നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്തിന് പോയും ഇത്രയും മനോഹാരിതയുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് സ്ക്രീനിൽ കാണുമ്പോഴാണ്. മാത്രമല്ല ചില സിനിമാ സീനുകൾ കാണുമ്പോൾ കാലം എത്ര കഴിഞ്ഞാലും ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ ആ സീൻ അറിയാതെ ചെന്ന് കൊണ്ടെത്തിക്കും. ഇത്തരത്തിൽ നൊസ്റ്റാൾജിക് ഫീലിംഗ്സ് നേരുന്ന സിനിമകൾ നിരവധിയാണ്. ഇതിനുള്ള ഉദാഹരണമാണ് പൊന്മുട്ടയെന്ന താറാവ്, വാത്സല്യം, എന്നൊന്നും കണ്ടിട്ടുണ്ട് തുടങ്ങിയ സിനിമകളൊക്കെ. അതുപോലെ തന്നെയാണ് ചില സീനുകൾ കാണുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്ന് അതിശയം തോന്നുന്നതും അഭിമാനം തോന്നുന്നതും എല്ലാം. നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും ശരാശരി മലയാളി എന്ന നിലയിൽ നമുക്ക് പോലും കാണാൻ കഴിയുന്നില്ല. എന്നാൽ പല സിനിമകളും കാണുമ്പോഴാണ് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. നമ്മുടെ സിനിമകളും ഇത്തരം സ്ഥലങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഈ സ്ഥലങ്ങളെ അന്യ സംസ്ഥാനത്തുള്ള സിനിമാ പ്രവർത്തകർക്ക് കൂടി പരിചിതമാക്കാൻ നമുക്ക് കഴിയുമോ എന്ന് എപ്പോഴെങ്കിലും തോന്നാത്ത മലയാളികൾ തുലവും തുച്ഛമാണ്. എന്നാൽ അതിന് സർക്കാർ തലത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് സിനിമാ ടൂറിസം. സിനിമാ ടൂറിസം സർക്കാർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ട പുതുതായി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. 2 നിലയിലാണ് സിനിമാ ടൂറിസത്തെ കാണുന്നത്. ഒന്ന്, മലയാള സിനിമയിൽ ഉൾപ്പെടെ അതുപോലെ മറ്റ് നിലവിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ. ആ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ലൊക്കേഷൻ നമുക്ക് നൊസ്റ്റാൾജിയ അനുഭവം നൽകുന്നതാണ്. പല സിനിമകളും അതിലെ പാട്ടും നമ്മൾ ചെറുപ്പത്തിലും ഇപ്പോഴൊക്കെ കാണുമ്പോഴും ആ ചിത്രീകരിച്ച രംഗങ്ങളിലെ സ്ഥലങ്ങൾ അത് ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് വല്ലാത്ത താല്പര്യമാണ്. ഇപ്പോൾ താമരശ്ശേരി ചുരമെന്നുള്ള വെള്ളാനകളുടെ നാട് ചിത്രീകരിച്ച കുതിരവട്ടം പപ്പു, മോഹൻലാൽ ഒക്കെയുള്ള രംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥലങ്ങൾ ഓർത്തോർത്ത് നിൽക്കുന്ന സ്ഥിതിയാണ്. മാത്രമല്ല മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പു വെള്ളം വെള്ളം എന്ന് പറഞ്ഞു ചാടുന്ന സ്ഥലം, അതുപോലെ തന്നെ കിരീടം പാലം സിബി മലയിൽ സംവിധാനം ചെയ്ത കിരീടം സിനിമയിലെ പാലം സിനിമാ ടൂറിസത്തിന്റെ ഭാഗമാക്കി മാറ്റി ഇപ്പോൾ ഈ പാലത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം കേരളത്തിന് പുറത്തുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ കേരളത്തിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നതാണ്. അത് നമുക്ക് ഒരു റവന്യൂ കൂടി നൽകുന്ന സ്ഥിതിയാണ്. അതിന്റെ ഭാഗമായി ഒരു പ്രത്യേക മാർക്കറ്റിംഗ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് നടത്തിക്കൊണ്ട് വരികയാണ്. കേരളത്തിലെ അന്തരീക്ഷത്തിൽ കൂടുതൽ നല്ല ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ അന്യഭാഷകളിൽ നിന്നുള്ളവർ വരുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത് കൂടുതൽ ഉപയോഗിക്കാനാണ് സർക്കാരിന്റെ പ്ലാൻ. ഉദാഹരണത്തിന് മണിരത്നത്തിന്റെ മുംബൈ ഷൂട്ട് ചെയ്ത ബേക്കൽ കോട്ട, ലോക സിനിമയായ ബാഹുബലി ചിത്രീകരിച്ച ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, അങ്ങനെ ഒരുപാട് സിനിമകൾ കേരളത്തിന്റെ മണ്ണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗാനരംഗങ്ങൾ ഉൾപ്പെടെ അതുപോലെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി ഒരുമിച്ച് ആലോചിച്ച് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്.